അപ്പോൾ നമുക്കൊന്ന് പാർലറിൽ പോയിട്ട് ഒന്ന് ഫേഷ്യൽ അടിച്ചിട്ട് വരാം. ചേഞ്ച് എന്തെങ്കിലും വരും നോക്കാം. നമുക്ക് ഡിറ്റാൻ അടിച്ച പോലെ ഉണ്ട്. അപ്പോൾ ഡിറ്റാനും ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഒരു ഫേഷ്യലും കൂടി ചെയ്യണം. ഇവരെല്ലാവരും കൂടി കൊണ്ടിട്ടാണ് പാർലറിൽ പോകുന്നത്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ ഞാൻ പോസ്റ്റ് എടുക്കും, പിന്നെ വീഡിയോ എടുത്തിട്ട് ആൾ വേണം. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ബർത്ത്ഡേ ആയിട്ട് അമ്മമ്മയ്ക്ക് എന്താ പറയാനുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ബർത്ത്ഡേ ആയിട്ട് അമ്മമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ പുല്ല് വയ്യ മുത്തശ്ശിയായിട്ടു. മുത്തശ്ശിയായിട്ടുണ്ടോ? അത് മുത്തശ്ശി 88, 89, 90-നായി. ഞങ്ങളെ കണ്ടതൊക്കെ വലിയ ഭാഗ്യമല്ലേ. എൻ്റെ മുതല് മക്കളാണ് മുതൽ. ഒരുപാട് മുതലുണ്ടായിട്ട് കാര്യമില്ല. ഗുരുവായൂർ കൈ വയ്യ. ബൈ ബൈ നാരായണ. ഗുരുവായൂർ വിരല് കൈ വരല് വിരല് പോരില്ല. മാറും, കുഴപ്പമില്ല. നീട്ടി നടക്കുന്നുണ്ട് മതി. അപ്പോൾ നമ്മൾ അമ്മമ്മേൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് ഒരു 2:30 തോന്നുന്നു സമയം. നേരെ പാർലറിലേക്ക് വിട്ടിട്ടോ പെരുന്നോണ ഡെസേർട്ടിലാണ് പോയത്. അപ്പോൾ പോണ വഴിക്ക് ഞാനിത് വോയിസ് ഉണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്യാൻ കാരണം പാട്ടിട്ട കാരണം കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 3:30 ആയിരുന്നു ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 3:30 എത്തിയിട്ടും അവിടെ അവരെ റെഡി ഒന്നും അല്ലായിരുന്നു. 3:45 അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും നമ്മൾ 4 പേരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്ക് വേറെ എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാനും ആളും കൂടി പാർലറിൽ ഇറങ്ങി. അങ്ങനെ ഞങ്ങളവിടെ ഇറക്കി വിട്ടിട്ട് ഇവർ നേരെ പോയി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു 4:45-5 ഉള്ളിൽ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ വന്ന് പിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ബിസിനി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മളെത്തി. നമ്മൾ വീഡിയോ എടുക്കണം, മലയാളം എടുക്കണം എന്ന് പറയാനുണ്ടല്ലേ. പെർമിഷൻ വാങ്ങണ്ടേ? അത് ജനിച്ചിട്ട് വേണ്ട ലേഡീസിൻ്റെ അപ്പുറത്ത് വിളിക്കാം. ചേച്ചി എടുക്കുന്ന ലൈറ്റ് ഉണ്ടോ? ആവോ ആർക്കും എന്താ നോക്കാം. ജാതി ഗൈസ് എന്നെ പുഴുങ്ങാനിട്ടിരിക്കണ പോലെ ഉണ്ട്. ഭയങ്കര ബേണിങ് സെൻസേഷൻ ഗൈസ്. ആൻഡ് ഓൾസോ ഞാൻ വീഡിയോ കുറച്ചേ ഇടുള്ളൂ. കാരണം ഇവിടെ എനിക്ക് ചെയ്തു തരുന്ന ചേച്ചിക്ക് യൂട്യൂബ് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല. ആൻഡ് ഓൾസോ ഷീസ് എ വെസ്റ്റ് ബംഗാളി. ആൻഡ് പിന്നെ ഇവിടെ ചോദിച്ചപ്പോൾ ഇവർക്കും ഭയങ്കര ഒരു ജാട. പിന്നെ ഞാൻ പറഞ്ഞു പോയില്ലേ, അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അവർക്ക് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആക്ച്വലി ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടേക്ക് വീഡിയോ. പിന്നെ ഞാൻ അവർ ഓക്കെ എടുത്തോളൂ എന്ന് അവസാനം പറഞ്ഞു അല്ലേ. ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പറഞ്ഞില്ല. എനിക്ക് അത്ര പിടിച്ചില്ല. കാരണം ഇപ്പം ഞാൻ ബാംഗ്ലൂരൊക്കെ അവിടെ ചെന്നിട്ട് ഫേഷ്യൽ ചെയ്യുക അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിലും അവർ ഭയങ്കര സന്തോഷത്തോടെയാണ് എടുത്തോളൂ എന്ന് പറയാറ്. നമ്മളെ നാട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു റഫ് സംസാരം. വാട്ടവർ ഞാൻ പറഞ്ഞും പോയി. എന്നാലും നെക്സ്റ്റ് ടൈം ഇനി ഇവിടെ വരാതെ നോക്കാം.
വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നു. എഡിറ്റ് ചെയ്യുമ്പോൾ പൊസിഷൻ മാറ്റി. അവിടെ നിന്ന് പോയിട്ട് എങ്ങനെ എടുത്തോ? എവിടെ? വാ ഗൈസ്, ഞാനൊരു ഡീറ്റാനും അതേപോലെ തന്നെ ഒരു ഫ്രൂട്ട് ഫേഷ്യലും ചെയ്തു. 1200 ആയിട്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയൂ ഗൈസ്, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നാളും അവർ എവിടെയാ? ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ഇത് ലാഭമുണ്ട് ഗൈസ്. 365 ദിവസം ലാഭം. നമുക്ക് എന്താ പറയാനാണ്? മാളു എന്തെങ്കിലും സംസാരിക്കോ? എന്തെങ്കിലും സംസാരിച്ചോ? എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് പോവാ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നേരെ ബിസ്മിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാൻ അങ്ങനെ ബിസ്മീൻ്റെ മുകളിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ആദ്യം ഈ സൈഡിലേക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എനിക്കെന്തോ ഓവർ റേറ്റഡ് ഒക്കെ ആയിട്ട് തോന്നി കേട്ടോ, ഭയങ്കര റേറ്റ്. ഞാനൊന്നും മേടിച്ചില്ല, അവരെന്തൊക്കെയൊക്കെ മേടിച്ചു. ഞാൻ ലേസാണ് മേടിച്ചത്. എന്നിട്ട് അത് മേടിച്ച് നമ്മൾ നേരെ എന്ത് ചെയ്തു, തിരിച്ച് കാറിൽ കയറി. അപ്പോൾ മേടിച്ച ആ ഫ്ലേവർ ഇവർക്കാർക്കും ഇഷ്ടമായതുമില്ല കേസ്. എന്തോ ഒരു പർസാണ് ഞാൻ മേടിച്ചത്, എന്ത് ഒരു ഓറഞ്ച് കളർ പാക്കറ്റുള്ള. അത് അവർക്കാർക്കും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായില്ല. പിന്നെ ഒരു പച്ച ലേസും മേടിച്ചു. അത് പിന്നെ നോർമൽ. അങ്ങനെ നമ്മൾ തിരിച്ച് കാറിൽ കയറി. ഇത് ഞാൻ കാറിൽ കോപ്പിറൈറ്റ് പാട്ടിട്ട കാരണം അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കണത്. അങ്ങനെ നമ്മൾ നേരെ ഞാനതിന് മുമ്പ് പാർലറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു പാർലറിൽ ഉണ്ടായിരുന്നത്. 1200 അവരുടെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അവരെന്നോട് ഹൈഡ്രാ ഫേഷ്യലൊക്കെ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ എനിക്ക് പ്രത്യേകിച്ച് ഒക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഒരു നോർമൽ ഫേഷ്യൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വലിയ താല്പര്യമില്ല. അവർ പറയുക ഞാൻ പറഞ്ഞത് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൽ വല്ലാണ്ടൊന്നും അറിയില്ല എന്നുള്ളത്. പിന്നെ എനിക്കിങ്ങനെ ഫേസിൽ വല്ലാതെ അറിയാതെ താൻ അവരെന്തിനാ മെനുവിൽ വെച്ചതെന്ന് ഇങ്ങനെ തോന്നി. എന്താണെങ്കിലും ഞാൻ ഡേറ്റാനും ഒരു നോർമൽ ഫ്രൂട്ട് ഫേഷ്യൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ 1600 മതിപ്പൊന്നും എനിക്ക് എൻ്റെ ഫേസിൽ തോന്നിയില്ല. എന്താണെന്നറിയില്ല, അവരെ അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യണത്. അവർ ആദ്യം തന്നെ പറയണത് അത് ചെയ്താൽ ഒന്നും അറിയില്ല എന്ന്. അങ്ങനെ അല്ലല്ലോ നോർമലി ഒരു പാർലറെന്ന് പറയേണ്ടത്. കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ നേരത്തെ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ. ഞാൻ അവരെ പ്രൊമോഷനല്ല ചെയ്യണത്. വളരെ ബാഡായിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായതെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് ഞാൻ ബീഫ് ഷവർമ മേടിച്ചു. ഞങ്ങൾ മൂന്നോ നാലെണ്ണത്തെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ ഒരു സ്പോട്ടിൽ പോയിട്ട് ബീഫ് ഷവർമയും കഴിച്ചു ഗൈസ്. ഒരു കിടിലൻ ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് അത്. ഒരു വിധം എല്ലാവരും അവിടെ വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കും. അപ്പുറത്തന്നെ ഒരു കഫേ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഗോൾഡനിലെ ഷവർമ ക്വാളിറ്റിയെ കോംപ്രമൈസ് ചെയ്യാത്ത സമർപ്പിത സേവനവും ഉപഭോക്തൃ മനസ്സുകളിലെ നിറഞ്ഞ സംതൃപ്തിയും കൈയിലാക്കി സൗത്ത് പഴങ്ങളിൽ പ്രവർത്തനവും ചട്ടിക്കാട് ഉള്ളോട് പറമ്പിൽ നാളെ രാവിലെ 10 മണി മുതൽ രാഷ്ട്രീയ സാമൂഹിക പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ഇതാണ് സ്പൈസി. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.